വിവിധയിനം മത്സ്യസമ്പത്തുകളാൽ നിറഞ്ഞിരിക്കുന്ന അലങ്കാര മത്സ്യങ്ങളായിരുന്നു സമൃദ്ധമായിരിക്കുന്ന വർക്കല അക്വേറിയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് വർക്കല അക്വേറിയമാണ്. വർക്കല അക്വേറിയം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പ്രശസ്തമായ വർക്കല ബീച്ചിൻ്റെ അടുത്ത് തിരുവമ്പാടി ബീച്ച് അഥവാ ബ്ലാക്ക് ബീച്ച് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. ഇത് ഒരു പ്രശസ്തമായ ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമാകുന്നു. വർക്കല കാപ്പൽ റോഡിൽ ബീച്ചിനോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രജീവികളോടും ശുദ്ധജല മത്സ്യങ്ങളോടും പ്രത്യേകിച്ച് വിദേശത്ത് നിന്നും എത്തിച്ചവയോടും ക്യൂരിയസ് ആയ ആളുകൾക്ക് ഇത് വിദ്യാഭ്യാസപരമായ ഒരു അനുഭവം നൽകുന്നു. ദൂരത്തിലേക്കുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് അഡൽട്ടിന് 30 രൂപയും കുട്ടികൾക്ക് 3 വയസ്സ് മുതൽ ടിക്കറ്റ് എടുത്താൽ മതി. അതേപോലെ തന്നെ പാർക്കിൻ്റെ എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്. അക്വേറിയത്തിൻ്റെ രൂപം നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. ഇതൊരു സ്പൈറൽ ഷേപ്പിലാണ് ഇതിൻ്റെ ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ. അതിനാൽ തന്നെ വിവിധ ടാങ്കുകളിൽ നിറച്ചു വച്ചിരിക്കുന്ന മത്സ്യങ്ങളെ നമുക്ക് അടുത്ത് കാണുവാനും അവയെക്കുറിച്ച് പഠിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ട്. സമുദ്രത്തിൽ നമ്മൾ കാണുന്ന ഒട്ടേറെ നിരവധി മത്സ്യങ്ങളെ നമുക്ക് നേരിട്ട് അടുത്ത് കണ്ട് ആസ്വദിക്കുവാനും ഇതുവഴി നമുക്ക് കഴിയുന്നുണ്ട്. വർക്കല സന്ദർശിക്കുന്ന കുടുംബങ്ങൾക്കും അതേപോലെ തന്നെ ടൂറിസ്റ്റുകൾക്കും ഇതൊരു പ്രത്യേക ദൃശ്യ വിരുന്നാണ് ഒരുക്കുന്നത്. അതേപോലെ നമ്മൾ വർക്കല എത്തുന്ന ഫാമിലീസിനും ടൂറിസ്റ്റുകൾക്കും ഒക്കെ ക്ലിഫിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് ബീച്ച് എൻജോയ് ചെയ്യുവാനും അതേപോലെ തന്നെ സമുദ്ര മത്സ്യങ്ങളെ അടുത്ത് പഠിക്കുവാനും കാണുവാനും ഒക്കെ ഈ അക്വേറിയം വഴി നമുക്ക് കഴിയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ വർക്കല അക്വേറിയത്തിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു കുഞ്ഞു പാർക്കും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ പോയി സമയം ചിലവഴിക്കാൻ സാധിക്കുന്നുണ്ട്. കുട്ടികൾക്ക് തീർച്ചയായും ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാർക്ക് തന്നെയാണിത്. അപ്പോൾ കുട്ടികൾക്ക് അവിടെ പോയി അവരുടെ കളിക്കാനും അവിടെ ഉള്ള ഫെസിലിറ്റീസ് അവിടെയുണ്ട്. അപ്പോൾ ധാരാളം കുട്ടികൾ ഇവിടെ വരാറുണ്ട്. അവരുടെ വീക്കെൻഡ്സും ഒക്കെ ആസ്വദിക്കാറുണ്ട് ഇവിടെ വന്ന്. അപ്പോൾ ഫാമിലീസിനായാലും നല്ലൊരു ബീച്ചിൻ്റെ സൈഡിലുള്ള ബീച്ചിൻ്റെ കാറ്റത്ത് വന്നിരിക്കാനും കഴിയുന്നുണ്ട്.